2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിൽ എത്തും. വിപുലമായ ഒരുക്കങ്ങളാണ് കൊച്ചിയിൽ ഒരുക്കിയിട്ടുള്ളത്. വൈകിട്ട് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന അദ്ദേഹം 6:30-ന് 1.5 ലക്ഷത്തോളം BJP പ്രവർത്തകർ അണിനിരക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കും. വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആളുകൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ടും പുഷ്പവൃഷ്ടി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് 1.5 കിലോമീറ്ററിലധികം അദ്ദേഹം റോഡ് ഷോ നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. DCC ഓഫീസിന് മുന്നിൽ നിന്നും പ്രസ് ക്ലബ്ബ് വരെയാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം തിരിച്ച് ഗസ്റ്റ് ഹൗസിലേക്ക് തന്നെ മടങ്ങിയെത്തും. ഇന്ന് അവിടെ തങ്ങിയതിനു ശേഷം നാളെ രാവിലെ ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ശേഷം വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നേരത്തെ സമയക്രമത്തിനൊക്കെ തന്നെ ഒരു മാറ്റമുണ്ടായിരുന്നു. 5:30-ക്ക് എത്തുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് അതും മാറ്റിയപ്പോൾ 6 മണിയിലേക്കാണ് റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ തൃശ്ശൂരിൽ കണ്ട ആവേശത്തിന് അതിനേക്കാളും മികച്ച ഒരു ആവേശം ഒരുക്കുവാൻ വേണ്ടി തന്നെയാണ് കൊച്ചി തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തേവരയിൽ അദ്ദേഹം വന്നപ്പോൾ വലിയൊരു സസ്പെൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ വാഹനത്തിൽ നിന്നും ഇറങ്ങി റോഡിൽ ഇറങ്ങിയായിരുന്നു അദ്ദേഹം ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്ന തേവരയിലെ ദൃശ്യങ്ങളായിരുന്നു, അതുപോലെയായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് അങ്ങനെ ആയിരിക്കുമോ എന്നുള്ളൊരു ആകാംക്ഷ കൂടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വിപുലമായ ഒരുക്കങ്ങൾ, സജ്ജീകരണങ്ങൾ ഒക്കെ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വർഷം ഇത് 2ാം തവണയാണ് പ്രധാനമന്ത്രി മലയാളക്കരയിലേക്ക് എത്തുന്നത്. ആവേശം വിതറുവാൻ വേണ്ടി നേരത്തെ തൃശ്ശൂരിൽ എത്തിയ അദ്ദേഹം തൃശ്ശൂരിൽ നമ്മൾ കണ്ടതായിരുന്നു. വലിയൊരു ജനസാഗരം തന്നെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി തൃശ്ശൂരിലെ റോഡ് ഷോയിലും അതുപോലെ തന്നെ മഹിളാ സംഗമ വേദിയിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതേ ആവേശം ഇന്ന് കൊച്ചിയിലും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ അരുൺ ആലത്തൂർ കൂടി ചേരുന്നുണ്ട് പാർക്ക് അവന്യൂ റോഡിൽ നിന്നും വിവരങ്ങളൊക്കെ നമ്മളോട് പങ്കുവയ്ക്കാനായിട്ട്. അരുൺ, തൃശ്ശൂരിൽ നമ്മൾ കണ്ട ആവേശം അത് ഇപ്പോഴും മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുകയാണ്. ഒപ്പം അരുൺ അവിടെ നിന്ന് തത്സമയ റിപ്പോർട്ടിങ്ങൊക്കെ തന്നെ നൽകിയതാണ്. അതേ ഒരു ആവേശം, അതിലും മികച്ച ഒരു ആവേശം കൊച്ചിയിൽ കാണാൻ കഴിയുമെന്നുള്ളൊരു കാര്യം ഉറപ്പ് തന്നെയല്ലേ? തീർച്ചയായും രജനി, പ്രധാനമന്ത്രി എത്തുന്ന വേളയിൽ കൊച്ചിയിൽ വലിയ ഒരു ആരവവും ആവേശവും ഒക്കെ ഉണ്ടാവുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ റോഡ് ഷോ തുടങ്ങി, അതായത് 1.5 കിലോമീറ്റർ ദൂരമുള്ള ആ റോഡ് ഷോ മഹാരാജാസ് ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി അവസാനിക്കുന്ന ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. പാർക്ക് അവന്യൂ റോഡ് തൊട്ടടുത്താണ് ഗസ്റ്റ് ഹൗസ്. ഇവിടെയാണ് റോഡ് ഷോ അവസാനിക്കുക. ഇവിടെ നിന്ന് പ്രധാനമന്ത്രി ഈ തുറന്ന വാഹനത്തിൽ വരുന്ന പ്രധാനമന്ത്രി ഇവിടെ നിന്ന് മറ്റൊരു വാഹനത്തിൽ കയറിയാവും ഗസ്റ്റ് ഹൗസിലേക്ക് പോവുക. ഏതായാലും രജനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയിൽ ഏതായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഇന്ന് പ്രധാനമന്ത്രി എത്തുമ്പോൾ ഈ റോഡ് ഷോയിൽ ഉണ്ടാവുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം പ്രധാനമന്ത്രി രാജ്യത്ത് എവിടെയൊക്കെ റോഡ് ഷോ നടത്തിയിട്ടുണ്ടോ ആ റോഡ് ഷോയിലേക്കെല്ലാം ഒഴുകി എത്തുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് എന്നുള്ളതാണ് നമുക്ക് പലയിടത്തും കാണാൻ കഴിഞ്ഞത്. അവസാനമായി അയോധ്യയിൽ നടത്തിയ റോഡ് ഷോയിലാണെങ്കിലും തൃശ്ശൂരിൽ നടത്തിയ റോഡ് ഷോയിലാണെങ്കിലും വലിയ ഒരു തിരക്ക് തന്നെയാണ് കാണാൻ സാധിച്ചത്. തൃശ്ശൂരിലെ റോഡ് ഷോ അടയാളപ്പെടുത്തിയത് സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇത്രയേറെ സ്ത്രീകൾ, 2 ലക്ഷത്തോളം സ്ത്രീകൾ തൃശ്ശൂരിൽ ശക്തന്റെ തട്ടകത്തിൽ വലിയ രീതിയിൽ പ്രധാന സേവകനെ വരവേറ്റുകൊണ്ട് നരേന്ദ്രമോദി കഴിഞ്ഞ കുറച്ചു കാലമായി രാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ അനുസ്മരിച്ചുകൊണ്ടല്ല, അതിൽ നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ആ സ്ത്രീജനങ്ങൾ എല്ലാവരും, ചെറിയ കുഞ്ഞു കുട്ടികൾ മുതൽ വൃദ്ധരായ ആളുകൾ വരെ അന്ന് അവിടെ തടിച്ചുകൂടിയത്. ഏതായാലും അന്ന് നമ്മൾ അവരുടെ എല്ലാം പ്രതികരണങ്ങളൊക്കെ ഒപ്പിയെടുത്തതാണ്. എല്ലാവരിലും കണ്ട ആവേശം അത് കേരളക്കരയുടെ ആവേശമാണ്, മലയാളക്കരയുടെ ആവേശമാണ്. ആ ഒരു ആവേശം എന്തായാലും അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയിലും ഇന്ന് ഉണ്ടാവുമെന്നുള്ളതിൽ തർക്കമില്ല. എല്ലാവിധ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി കൊച്ചിയിൽ പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ആളുകൾക്ക് എല്ലാവർക്കും പ്രധാനമന്ത്രിയെ നേരിൽ കാണാൻ, തൊട്ടടുത്ത് വെച്ച് കാണുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ റോഡ് ഷോ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാവുന്നതും അവിടെ തന്നെയാണ്. കാരണം നമുക്കറിയാം, വലിയ മൈതാനങ്ങളിൽ പരിപാടികൾ നടത്തുമ്പോൾ പ്രധാനമന്ത്രിയെ അടുത്ത് കാണാൻ പലർക്കും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പക്ഷേ റോഡ് ഷോ നയിക്കുമ്പോൾ കാലങ്ങളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണണമെന്ന് ആഗ്രഹിച്ച നിരവധി ജനങ്ങളുണ്ട്. അത്തരത്തിലുള്ള ജനങ്ങൾ, അവർക്കെല്ലാവർക്കും തൊട്ടടുത്ത് പ്രധാന സേവകനെ കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഈ റോഡ് ഷോ നയിക്കുമ്പോൾ പ്രത്യേകത. ഏതായാലും ആ റോഡ് ഷോയ്ക്ക് വേണ്ടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും
കൊടിതോരണങ്ങൾ BJP കൊടിതോരണങ്ങളും മറ്റുമെല്ലാം ഒരുക്കിയിട്ടുണ്ട്, ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം മഹിളാ മോർച്ച പ്രവർത്തകരുടെയും മറ്റും നേതൃത്വത്തിൽ പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേലെ ചൊരിയുന്നതിന് വേണ്ടി പുഷ്പങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഈ തരത്തിൽ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു പ്രത്യേകത എന്നതാൽ ഈ ഒരു റോഡ് ഷോ വരുന്ന വേളയിൽ, റോഡ് ഷോയിലേക്ക് പ്രധാനമന്ത്രി എത്തുന്ന വേളയിൽ സാധാരണ BJP പ്രവർത്തകർ മാത്രമല്ല ഇതിനു വേണ്ടി ഇവിടെ ഈ കൊച്ചിയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നരേന്ദ്രമോദി ഫാൻസായ ആളുകൾ വിവിധയിടങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നു, ഫ്ലക്സ് ബോർഡുകൾ ഒട്ടിക്കുന്നു, അല്ലെങ്കിൽ പോസ്റ്ററുകൾ പതിക്കുന്നു എന്നുള്ളൊരു കാഴ്ചയും കൊച്ചിയിൽ വ്യത്യസ്തമായി കാണാൻ സാധിക്കുന്നു. അതായത് പ്രധാനമന്ത്രിക്ക് കേവലം BJP അല്ലെങ്കിൽ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ മാത്രമല്ല, കേരള ജനത ഒന്നടങ്കം അദ്ദേഹത്തെ വലിയ രീതിയിൽ ആരാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ആരാധിക്കുന്ന ഒരുപറ്റം നരേന്ദ്രമോദി ഫാനായ ആളുകൾ പോലും ഇപ്പോൾ ഈ കൊച്ചിയിൽ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നു, അതിനുവേണ്ടിയുള്ള ഈ പരിപാടി ഗംഭീരമാക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നു എന്നുള്ളതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും കൊച്ചി ഒരുങ്ങിയിരിക്കുകയാണ് പ്രധാന സേവകനെ വരവേൽക്കാനായി. അദ്ദേഹത്തിൻ്റെ വരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വൈകിട്ടോടുകൂടെ പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുക, അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോരുത്തരുടെയും ലക്ഷ്യം. അതിനായി നിരവധി ആളുകളാണ് കാത്തിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും മറ്റുമൊക്കെ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഓരോ ഇടങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഗതാഗതം ട്രാഫിക് ബ്ലോക്കോ മറ്റോ ഉണ്ടാവാത്ത വിധത്തിൽ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൃത്യമായി തന്നെ ജില്ലാ ഭരണകൂടവും മറ്റും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ വാഹനങ്ങൾ ഗതാഗതം ക്രമീകരിച്ചുകൊണ്ട് ഇന്ന് ഈ ഒരു റോഡിൽ അല്പസമയത്തിനകം തന്നെ ഗതാഗത ക്രമീകരണങ്ങളും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവും എന്നുള്ളതാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. നിലവിലേതായാലും എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളക്കരയിലേക്ക് ഈ ഒരു വർഷം രണ്ടാമതും എത്തുമ്പോൾ ആ മുഹൂർത്തം വളരെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കൂടെ അടുക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയവും വളരെ അവിടെയാണ് മാറ്റത്തിന്റെ ഒരു കാറ്റ് കേരളത്തിൽ വീശുന്നു. അത് തന്നെയാണ് പ്രധാനമന്ത്രി രണ്ടാം തവണ എത്തുമ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്നെന്ന് പറയുന്നത് ജനങ്ങളിൽ ജീവിക്കുന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുകൊണ്ടാണ് അദ്ദേഹം ജനസേവകൻ എന്ന പേര് കൂടെ അദ്ദേഹത്തിന് വേണ്ടത്, പ്രധാന സേവകൻ എന്നുള്ളൊരു പേര് കൂടെ വന്നത്. നമ്മൾ തൃശ്ശൂരിൽ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നടത്തുമ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് വരുമ്പോൾ ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഉണ്ടാകുമോ എന്നുള്ളൊരു പ്രതീക്ഷ പോലും ഇല്ലായിരുന്നു. പക്ഷേ നമ്മളത് കണ്ടതാണ് തേവരയിലും. ഈ വർഷം തന്നെ തൃശ്ശൂരിൽ ആദ്യം ഉണ്ടായപ്പോൾ മഹിളാ സംഗമം 2 ലക്ഷത്തിലധികം സ്ത്രീകളാണ് അതിൽ പങ്കെടുത്തത്. പുറത്ത് പുരുഷന്മാരുടെ വലിയൊരു ജനക്കൂട്ടം നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം പങ്കെടുത്ത റോഡ് ഷോയിൽ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മാറ്റത്തിൻ്റെ ഒരു കാറ്റ് അത് വീണ്ടും വീണ്ടും വീശുക തന്നെയല്ലേ കേരളത്തിൽ. തീർച്ചയായും രജനി അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊച്ചിയിൽ ഇതിനു മുമ്പ് പ്രധാനമന്ത്രി എത്തിയ വേളയിൽ അന്ന് കണ്ട തിരക്ക്, അതായത് യുവം പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു പ്രധാനമന്ത്രി ഇതിനു മുമ്പ് കൊച്ചിയിൽ എത്തിയിരുന്നത്. അന്ന് പ്രധാനമന്ത്രി എത്തിയ ഒരു പൊതുപരിപാടിക്കായി പ്രധാനമന്ത്രി എത്തിയ ആ ഒരു വേളയിൽ യുവാക്കൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി യുവാക്കളായിരുന്നു അന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയത്. അന്നും പ്രധാനമന്ത്രി റോഡ് ഷോ നയിച്ചിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും അന്ന് ഒരു സസ്പെൻസ് ഒക്കെ ഈ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ നവമാധ്യമങ്ങളിലെല്ലാം വൈറലായി പോയതായിരുന്നു. കാരണം പ്രധാനമന്ത്രി എല്ലാവരും വിചാരിച്ചിരുന്നത് അന്ന് സുരക്ഷാ മുൻകരുതലുകൾ, സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തരുത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് വലിയ സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നൊക്കെ തരത്തിൽ തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു വേളയിൽ എല്ലാവരും പ്രതീക്ഷിച്ചത് ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നയിക്കുമെന്നായിരുന്നു അന്ന് കരുതിയിരുന്നത്. പക്ഷേ ആ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി കാൽനടയായി അദ്ദേഹം ഏറെ ദൂരം റോഡ് ഷോ നയിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അന്ന് ഇതിനു മുമ്പ് കൊച്ചിയിൽ വന്ന സമയത്ത്, കൊച്ചിയിലൊരു പൊതുപരിപാടിയിൽ യുവ പരിപാടിയിൽ പങ്കെടുത്ത സമയത്ത് കാണാൻ സാധിച്ചത്. അതിനുശേഷം പിന്നീട് ഇപ്പോഴാണ് പ്രധാനമന്ത്രി മറ്റ് ഒരു റോഡ് ഷോ കൊച്ചിയിൽ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റോഡ് ഷോയിലും അന്നുണ്ടായതിനേക്കാൾ ഇരട്ടി തിരക്ക് ഇത്തവണ ഉണ്ടാവും എന്നുള്ളതിൽ തർക്കമില്ല. അതിൽ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത്. കാരണം ജനങ്ങൾ കൃത്യമായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാവാത്ത ഒരു കുടുംബമോ ഒരു വ്യക്തിയോ പോലും ഭാരതത്തിൽ ഇല്ല എന്നുള്ളതാണ്. അതിൽ ജൽജീവൻ മിഷൻ എന്നുള്ള
കുടിവെള്ള പദ്ധതി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഉജ്ജൽ യോജന ആയിക്കോട്ടെ, പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സുകന്യ സമൃദ്ധി യോജന ആയിക്കോട്ടെ, ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ അല്ലെങ്കിൽ പദ്ധതികൾ, കിസാൻ സമ്മാൻ നിധി പോലുള്ള പദ്ധതികൾ, നിരവധി പദ്ധതികളാണ് ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം നടപ്പിലാക്കിയിരിക്കുന്നത്. ആ നടപ്പിലാക്കിയ പദ്ധതികളുടെയൊക്കെ ഗുണഭോക്താക്കളല്ലാത്ത ഒരാൾ പോലും കേരളത്തിൽ ഉണ്ടാവില്ല. എല്ലാ മേഖലയിലുള്ള ജനങ്ങൾക്കും, അതായത് സാധാരണ താഴേക്കിടയിലുള്ള ഒരു ദരിദ്രനായ വ്യക്തി മുതൽ സമ്പന്നർക്ക് ഉൾപ്പെടെ കൃത്യമായ അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും കൃത്യമായി പല വിധത്തിലുള്ള പ്രയോജനങ്ങൾ, ഗുണങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടായ മാറ്റങ്ങൾ അത് വലിയ ശ്രദ്ധേയമായതാണ്. റോഡ് ഗതാഗതമാണെങ്കിലും അതല്ലെങ്കിൽ ട്രെയിൻ ഗതാഗതമാണെങ്കിലും ഇങ്ങനെ ഗതാഗത മേഖലയിലൊക്കെ ഉൾപ്പെടെ ഉണ്ടായ മാറ്റങ്ങൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായത്. മാത്രമല്ല, ഈ അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയിൽ നിൽക്കുമ്പോൾ എടുത്തു പറയേണ്ടത് ഷിപ്പ്യാർഡിനെ കുറിച്ചാണ്. ഈ ഷിപ്പ്യാർഡിൽ നമുക്കറിയാം മറ്റ് വിദേശ കമ്പനികൾ ഉൾപ്പെടെ ഇന്ന് ഭാരതത്തിലെ ഈ കപ്പൽ നിർമ്മാണശാലകളെ ആശ്രയിക്കുന്നു. അതല്ലെങ്കിൽ ആ ഭാരതത്തിലെ കപ്പൽ നിർമ്മാണശാലകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വിദേശ കമ്പനികൾ ഉൾപ്പെടെ വലിയ രീതിയിൽ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അവരെല്ലാം ഉറ്റുനോക്കുകയാണ് ഭാരതത്തിലെ പല കപ്പൽ നിർമ്മാണശാലകളും. അത്തരത്തിൽ ഉറ്റുനോക്കുന്ന ഭാരതത്തിലെ പ്രധാനപ്പെട്ട കപ്പൽ നിർമ്മാണശാലയിൽ ഒന്നാണ് കൊച്ചിയിലെ കപ്പൽ നിർമ്മാണശാല എന്നുള്ളതാണ്. മാത്രമല്ല, ആ കൊച്ചിയിലെ കപ്പൽ നിർമ്മാണശാലയിൽ അടുത്ത ദിവസം വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പ്രതീക്ഷകൾ വാനോളമാണ്. അതിൽ തന്നെ ഇനി തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ജനങ്ങൾ എല്ലാവരും, നമുക്ക് ഇതിനു മുൻപ് ഒരു സർക്കാരും ഇത്രയും ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടോ എന്നുള്ളത് ചരിത്രത്താളുകൾ പരിശോധിച്ചാൽ അതിൽ അത്തരത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അത്രയേറെ ആത്മവിശ്വാസത്തോടു കൂടെയാണ് നരേന്ദ്രമോദി സർക്കാർ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. അതിന് പ്രധാന കാരണം എന്നുള്ളത് വികസനം എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ രണ്ട് ടേമിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ അത്രത്തോളം ഭാരതത്തെ വലിയ രീതിയിൽ മുന്നോട്ട് നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ലോകരാജ്യങ്ങളുടെ മുൻപിൽ ഭാരതം ഇന്ന് തല ഉയർത്തി നിൽക്കുന്നുണ്ട് എങ്കിൽ അതിന് കാരണം നരേന്ദ്രമോദിയുടെ ഭരണമാണ് എന്നുള്ളതിൽ തർക്കമില്ല. അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടേയിരിക്കുന്ന ഒരു വേളയിൽ കൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, പ്രധാനമന്ത്രി അയോധ്യയിൽ നമുക്കറിയാം 22-ാം തീയതിയാണ് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന വേളയിൽ കൂടെയാണ് പ്രധാനമന്ത്രി ഈ കേരള സന്ദർശനം നടത്തുന്നത്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാജ്യം ഒന്നടങ്കം രാമനിൽ മുഴുകുന്നു, രാമഭക്തിയിൽ മുഴുകുന്നു, രാമരാജ്യത്തിലേക്ക് കടക്കുന്ന ആ ഒരു വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ സന്ദർശനം നടത്തുന്നു. ഇന്ന് കൊച്ചിയിൽ സന്ദർശനം പൂർത്തിയാക്കി നാളെ ഗുരുവായൂരിൽ പോകുന്നു. ഗുരുവായൂരിലെ ദർശനം കഴിഞ്ഞ് അദ്ദേഹം പിന്നീട് പോകുന്നത് തൃപ്രയാറിലേക്കാണ്. തൃപ്രയാറിലാണെങ്കിൽ നമുക്കറിയാം കൃഷ്ണൻ സ്ഥാപിച്ച അല്ലെങ്കിൽ കൃഷ്ണൻ പൂജിച്ച വിഗ്രഹം എന്നുള്ള രാമവിഗ്രഹം എന്നുള്ളതാണ് ആ ഒരു തൃപ്രയാറിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങെല്ലാം നടക്കുമ്പോൾ ആ തൃപ്രയാറിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രി ദർശനത്തിനായി എത്തുന്നു എന്നൊക്കെ ഉള്ളത് കേരളത്തിലെ ജനത വലിയ രീതിയിൽ ആവേശത്തോടെ തന്നെയാണ് കാണുന്നത്. ഒരിടത്തെ വികസനം, മറ്റൊരിടത്തെ സംസ്കാരവും അതിൻ്റെ മൂല്യങ്ങളും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു സർക്കാർ വളരെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. ആ സർക്കാരിനെ നയിക്കുന്ന, അതിലെ നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഏറ്റവും ബഹുമാനമുള്ള, ഏറ്റവും തലയെടുപ്പുള്ള ആ ഒരു വ്യക്തിത്വം ഏതായാലും അറബിക്കടലിൻ്റെ റാണിയായ കൊച്ചിയിലേക്ക് എത്തുന്ന ഒരു വേള ഏതായാലും വലിയ ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് കേരള ജനത. കേരളത്തിൻ്റെ ഇതിപ്പോൾ കൊച്ചിയിലാണ് പരിപാടി, ഈ റോഡ് ഷോ നടക്കുന്നതെങ്കിൽ കേവലം കൊച്ചിയിൽ നിന്ന് മാത്രമല്ല വിവിധ നാടുകളിൽ നിന്ന്, വിവിധ ജില്ലകളിൽ നിന്ന് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഇതിനോടകം തന്നെ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. പലരും നേരത്തെ തന്നെ വന്ന് കാത്തിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരിൽ പ്രധാനമന്ത്രി എത്തിയ ആ ഒരു വേളയിൽ പോലും കാണാൻ കഴിഞ്ഞതാണ്. സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ അതിരാവിലെ മുതൽ തന്നെ കാത്തിരിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി വൈകിട്ടായിരുന്നു റോഡ് ഷോ എങ്കിൽ അതിരാവിലെ മുതൽ തന്നെ കുടുംബസമേതം വന്ന് കാത്തിരിക്കുന്ന ആളുകളെയൊക്കെ കണ്ടതാണ്. അത്തരത്തിലുള്ള നിരവധി ആളുകൾ ഇന്ന് ഈ കൊച്ചിയിലേക്കും എത്തുമെന്നുള്ളതാണ്. തൃശ്ശൂരിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന ആളുകളൊക്കെയും കൊച്ചിയിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ 2 ആഴ്ചക്കിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ കേരള സന്ദർശനം, ആ കേരള സന്ദർശനം ഏതായാലും വലിയ ആവേശം തന്നെയാണ് കേരളക്കരയിൽ ഉണ്ടാക്കുന്നത്. രജനി.
ശരി, എന്തായാലും പ്രധാന സേവകനെ വരവേൽക്കാൻ ഒരുങ്ങുക തന്നെയാണ്. കൊച്ചി വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം 6:30 അരലക്ഷത്തോളം BJP പ്രവർത്തകർ അണിനിരക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കും. വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ പല ഇടങ്ങളിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർമാർ.